തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നാടകീയമായ ചില സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ്. പ്രത്യേകിച്ചും 50 അംഗങ്ങളുണ്ടായിരുന്ന BJPക്ക് പിന്നീട് ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ കൂടി ലഭിച്ചതോടെയാണ് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ഒരു കൗൺസിലർ ആർ സുഗതൻ, വാഴോട്ടുകോണം കൗൺസിലറാണ്, അദ്ദേഹം ഒരു കാപ്പ കേസിൽ ജയിൽ അകപ്പെടുന്നു. വിഷയങ്ങൾ അവിടെയല്ല. അദ്ദേഹത്തിൻ്റെ 2 പ്രാവശ്യം അല്ലെങ്കിൽ 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തില്ല. അതിനുശേഷമുള്ള 3ാമത്തെ കൗൺസിൽ യോഗം ചേരുമ്പോഴാണ് അവിചാരിതമായി ചില സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ചില സർക്കുലറുകളും അതുമായി ബന്ധപ്പെട്ട് സുഗതന് അവധി ലഭിക്കുന്നതുമായ വിഷയങ്ങളുമൊക്കെ വലിയ ചർച്ചയായി മാറുകയായിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാനം UDF ആണ് ഭരിക്കുന്നത്. അവിടുത്തെ തദ്ദേശഭരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമാണ് അനുകൂലമായ ഒരു സർക്കുലർ ലഭിക്കുന്നത്. ആ വിഷയമാണ് ഇന്ന് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കാപ്പ കേസുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിൽ പോലും പരോൾ അനുവദിക്കുന്ന പതിവില്ല. പക്ഷേ 3ാമതും പങ്കെടുക്കാതിരുന്നാൽ അയോഗ്യനാകും എന്നറിഞ്ഞതോടെ BJP ചില നീക്കങ്ങൾ നടത്തുന്നു. ആദ്യഘട്ടത്തിൽ നടത്തിയ നീക്കം കൗൺസിലർ എന്ന നിലയ്ക്ക് ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകുന്നു. ആ കത്തിൽ പ്രധാനമായും കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യം ഉന്നയിക്കുന്നു. കത്ത് എത്തുന്നു. പക്ഷേ ആ കത്ത് മടക്കി അയക്കാൻ നിർദ്ദേശം നൽകിയത് ആഭ്യന്തര വകുപ്പ് നേരെ തദ്ദേശഭരണ വകുപ്പിൻ്റെ കീഴിലേക്ക് വരുന്നു. തദ്ദേശഭരണ വകുപ്പിൻ്റെ മന്ത്രി തന്നെ അനുമതി നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ കത്ത് മടക്കാൻ അണ്ടർ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുന്നു. പക്ഷേ അവിടെയാണ് പിന്നീട് മാറ്റങ്ങൾ, ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ കത്തിനകത്ത് ഒരു കുറിപ്പ് കൂടി എഴുതി ചേർക്കുന്നു. കാരണം സാധാരണഗതിയിൽ പരോൾ അനുവദിക്കുന്ന പതിവില്ല ഈ കാപ്പ കേസിലെ പ്രതിയായതുകൊണ്ട്. പിന്നീട് അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ, രോഗം, അതല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത ബന്ധുവിൻ്റെ മരണം, ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ പരോൾ അനുവദിക്കും. അതും പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള അല്ലെങ്കിൽ പോലീസിൻ്റെ കരുതലോടുകൂടിയുള്ള പരോളാണ് അനുവദിക്കുക. എന്നാൽ ഇത്തരത്തിൽ ഒരു പരോൾ ഇല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ സർക്കുലറിനകത്ത് ചില വരികൾ കൂടി എഴുതി ചേർക്കപ്പെടുന്നു. അത് തദ്ദേശഭരണ വകുപ്പിലെ ഒരു അണ്ടർ സെക്രട്ടറിയാണ് അത്തരത്തിൽ വരികൾ എഴുതി ചേർത്തത്. അതിൽ പ്രധാനമായും പറയുന്നത്, ഈ കൗൺസിലർക്ക് അല്ലെങ്കിൽ ആ കൗൺസിൽ യോഗത്തിൽ കൃത്യമായും ഈ ഒരു അവധി അപേക്ഷ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ആ അവധി അപേക്ഷ അംഗീകരിക്കാൻ കഴിയും എന്ന് ഒരു വരി കൂടി എഴുതി ചേർത്തതാണ് പിന്നീട് ഇപ്പോൾ വലിയ ചർച്ചയായി മാറപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അണ്ടർ സെക്രട്ടറിയോ അല്ലെങ്കിൽ തദ്ദേശഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ഇങ്ങനെ എഴുതി ചേർക്കുന്ന പതിവില്ല. പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന ഒരു നഗരസഭയിൽ BJPയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി UDFും LDFും ഒരുപോലെ പ്രവർത്തിക്കുന്നതിനിടയിലാണ് UDF സർക്കാരിൻ്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്, അല്ലെങ്കിൽ അവരൊരു കുറിപ്പ് വയ്ക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറപ്പെടുന്നത്. കാരണം ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുവാൻ അതത് വകുപ്പുകളിലെ മന്ത്രിമാർക്ക് കഴിയാത്ത തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരു ചോദ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. തദ്ദേശഭരണ വകുപ്പിൽ മാത്രമല്ല, മറ്റു ചില വകുപ്പുകളിലുമൊക്കെ ഇത്തരത്തിൽ വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. മന്ത്രിമാരറിയാതെ ചില സർക്കുലറുകൾ പുറത്തിറങ്ങുന്നതായി പരാതികളുണ്ട്. ആ കണക്കിന് ഇത് വെറുതെ എഴുതിത്തള്ളാൻ കഴിയില്ല. കാരണം ഒരു നഗരസഭാ കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. BJPയെ സംബന്ധിച്ചോളം അവർക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം. ഒരു കൗൺസിലർ അയോഗ്യനാവുക എന്ന് പറയുമ്പോഴേക്കും BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണപരമായി അവർക്ക് വലിയ പ്രതിസന്ധികളുണ്ടാവും. നിലവിൽ ഇപ്പോൾ ഒരു കോൺഗ്രസ് കൗൺസിലർ സഹായിച്ചെങ്കിലും ആ സഹായം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് പറയാൻ കഴിയത്തുമില്ല. പക്ഷേ അതൊരു താൽക്കാലികമായ സഹായമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ തന്നെ ഒരു കൗൺസിലർക്ക് തുടരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൗൺസിലർ അംഗമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു സഹായം കിട്ടിയിരിക്കുന്നു. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ CPIM പറയുന്നത്. അത് വലിയ തരത്തിലുള്ള ആക്ഷേപമായി CPIM ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ BJP എന്തെങ്കിലും തരത്തിൽ നീക്കങ്ങൾ നടത്തിയോ ഇത്തരത്തിൽ ഒരു പിടിച്ചുനിൽപ്പ് നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പിടിച്ചുനിൽപ്പിന് വേണ്ടി? അതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ബന്ധത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ?
അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചയായി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇനി 6 മാസത്തേക്ക് ആർ സുഗതൻ എന്ന് പറയുന്ന BJP കൗൺസിലർക്ക് ഭീഷണി ഒന്നും തന്നെയില്ല. അദ്ദേഹം അയോഗ്യനാവില്ല. അദ്ദേഹം നഗരസഭാ കൗൺസിലറായി തന്നെ തുടരുകയും ചെയ്യും. പക്ഷേ അതിനും അപ്പുറത്താണ് പ്രശ്നങ്ങൾ ഇപ്പോൾ തദ്ദേശ ഭരണ വകുപ്പിൽ തലപൊക്കിയിരിക്കുന്നത്. മന്ത്രി പറയുന്നു അത്തരത്തിൽ അനുമതി നൽകണ്ട എന്ന്. പക്ഷേ അനുമതി നൽകിയില്ല. എന്നാൽ 2 വരി കൂടി ആ സർക്കുലറിനൊപ്പം എഴുതി ചേർത്തുകൊണ്ട് സർക്കുലർ നൽകിയതാണ് പ്രശ്നമായി മാറിയത്. അത് കൃത്യമായി BJP ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ആ കൗൺസിൽ യോഗത്തിൽ ബഹളം നടക്കുന്ന സമയത്ത് ഈ സർക്കാർ ഉത്തരവ് തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മേയർ പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെയും തദ്ദേശ ഭരണ വകുപ്പിൻ്റെയും അനുമതി ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ നഗരസഭയിൽ അദ്ദേഹത്തിൻ്റെ അവധി നൽകണമോ അല്ലെങ്കിൽ ഒഴിവാക്കണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി വോട്ടെടുപ്പ് തന്നെ നടത്തിയെന്നും ആ വോട്ടെടുപ്പിൽ BJPക്ക് അനുകൂലമാകാൻ കാരണം ഈ സർക്കാർ നൽകിയ സർക്കുലർ കൊണ്ടാണ് എന്ന് കൃത്യമായി മേയർ പറയുന്നു. ഇതാണ് UDF സർക്കാരിന് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നടപടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അണ്ടർ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രാഷ്ട്രീയത്തിനുമപ്പുറം അതത് വകുപ്പുകൾ ഭരിക്കുന്ന ആളുകൾ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി നിയന്ത്രിക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം LDFും UDFും ഒരുപോലെ എതിർക്കുന്നതാണ് തിരുവനന്തപുരം നഗരസഭയിലെ ഭരണ സംവിധാനത്തെ. അവിടെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് ഒരു പിടിവള്ളി പോലെ ഈ സർക്കുലർ കിട്ടുന്നത്. ആ സർക്കുലർ വഴി BJPക്ക് അല്പമൊന്ന് മുന്നോട്ട് പോകാൻ ആയുസ് നീട്ടി കിട്ടുന്നു, അല്ലെങ്കിൽ ഭരണത്തിൽ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മറ്റു ചില വകുപ്പുകളിലും പരാതിയായി ഉയരുന്നുണ്ട്. കാരണം ഭരണരംഗത്ത് ഏകോപനമില്ലാത്തത് കൊണ്ടാണോ അതോ പരിചയമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നു. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും സർക്കാർ അന്വേഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഈ അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രേരണയുണ്ടായോ എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിലവിലിപ്പോൾ BJP മൗനത്തിലാണ്. BJP ഒന്നും പറയുന്നില്ല. കാരണം അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യം അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി സുഗതൻ്റെ പേരിൽ അവർക്ക് ഒരു വിഷയവുമില്ല. അടുത്ത 6 മാസത്തേക്ക് അവർക്ക് സ്വസ്ഥമായി നഗരസഭാ കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത്തരത്തിൽ അവർക്കൊരു പിന്തുണ കൂടി ലഭിച്ചിരിക്കുന്നു. അതിനുമപ്പുറമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം. കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ തദ്ദേശ ഭരണ വകുപ്പ് ഭരിക്കുന്നത് ലീഗാണ്, ലീഗിലെ മന്ത്രിയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ലീഗിൻ്റെ മന്ത്രി തന്നെ ആദ്യമേ വിയോജിപ്പ് അറിയിച്ചതുമാണ്. പക്ഷേ എങ്ങനെ സംഭവിച്ചു? സർക്കുലറിനകത്ത് ഈ 2 വരികൾ എഴുതി ചേർക്കാൻ എങ്ങനെ അവസരം കിട്ടി, അല്ലെങ്കിൽ ആര് പറഞ്ഞിട്ട് ചേർത്തു എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ്. ഇത് തദ്ദേശ ഭരണ വകുപ്പിൽ മാത്രമല്ല മറ്റു ചില വകുപ്പുകളിലുമൊക്കെ ഇത്തരത്തിൽ ഏകോപനക്കുറവുണ്ട് എന്ന് തന്നെ സൂചനകൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. എന്തായാലും ഇതൊരു വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇതൊരു വലിയ ചർച്ചയായി മാറുകയാണ്. LDF കൃത്യമായി അതൊരു ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. BJPയെ കൃത്യമായി കോൺഗ്രസ് പിന്തുണച്ചിരിക്കുന്നു എന്ന് തന്നെ അവർ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ എന്തായാലും ഇപ്പോൾ പ്രളയവും വെള്ളക്കെട്ടുമൊക്കെ ആയതുകൊണ്ട് ഈ ചർച്ച വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ തന്നെയും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറും എന്നുള്ളത് ഉറപ്പാണ്.